ഗുഡ് മോർണിംഗ്. മിക്കത് ഈ സമയത്ത് തന്നെ ഗുഡ് മോർണിംഗ് സ്റ്റാർട്ട് ആവും കേട്ടോ. പരമാവധി ഞാൻ എൻ്റെ മെഡിറ്റേഷൻ ഒഴിവാക്കാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ കുക്കി കൊറിഡോറിലാണ് ഉറങ്ങുക. അപ്പോൾ കുക്കീനെ എടുത്തുകൊണ്ട് പോയിട്ട് പുറത്താക്കണം. അതേപോലെ അതിൻ്റെ കാറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പുറത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ രാവിലെ ഈ സമയത്ത് എനിക്ക് കുക്കി മാത്രമാണ് കൂട്ടുള്ളത് കേട്ടോ. കൃത്യമായി പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ സ്പിരിച്വാലിറ്റി ഉള്ളത് എനിക്കും കുക്കിക്കും മാത്രമാണെന്ന് ചുരുക്കം, വേറെ ആർക്കും ഇല്ല. വലിയ വലിയ വാക്കുകൾ ഉപയോഗിക്കാൻ മാത്രമൊന്നും ഞാൻ വളർന്നിട്ടില്ല. ഞാനൊരു ചെറിയ ഇൻഫർമേഷൻ പറയട്ടെ. ഇതേപോലെ 2:30 3 മണിക്കോ ഒന്നും എണീറ്റില്ലെങ്കിലും എപ്പോഴാണ് ഉണരണേന്ന് വെച്ചാൽ 10 മണിക്കാണ് എണീക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 10 മണിക്ക് ഇരുന്ന ബെഡിൽ ഇരുന്നിട്ട് നല്ല രീതിക്കൊന്ന് മനസ്സിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ പകുതി മുക്കാലൊക്കെ സാധിച്ചു കിട്ടും കേട്ടോ. അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തവരാണ് ഇല്ല എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് അതൊരു 30 ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് വേണം ഈ ഇല്ല എന്ന് നമ്മൾ പറയാനായിട്ട് കേട്ടോ. പ്രാക്ടീസ് ചെയ്തതിന്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്, നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ നടന്നു കിട്ടുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? നമ്മൾ പണിയെടുക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ഞാനൊരു രഹസ്യം പറയട്ടെ. ചില സമയങ്ങളിൽ നമ്മൾ ഒരു പണിയെടുത്തില്ലെങ്കിലും കൂടി അത്ഭുതകരമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങളെ മടിയന്മാരാക്കാൻ നോക്കുകയല്ല, എങ്കിലും അങ്ങനെയും ചില കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോ ഭയങ്കരമായ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ട് ഇത്രയും നിസ്സാരമായിട്ട് എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളും അതുപോലെ സംഭവിക്കും എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് മെഡിറ്റേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ആദ്യം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടത് കേട്ടോ. ഞാൻ ഈ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളാണെന്ന്. അങ്ങനെയൊന്നുമില്ല. എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഞാൻ ഈ സമയത്ത് എണീക്കുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒരു സമയം ഒരു 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഈ ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും കേട്ടോ.